നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന ധനം എന്ന് പറയുന്നത് നല്ല ശീലവും നല്ല പെരുമാറ്റവുമാണ്. ശീലം സർവത്ര വൈധനം എന്നാണ്. നല്ല ശീലം, അതാണ് ധനം. ലെറ്റർ മാത്രമേ ഉള്ളൂ ഒരാധാരം. അന്ന് ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട് ഇവിടെ ദുബൈ. ഒരു പോസ്റ്റ് ഓഫീസേ ഉള്ളൂ, ദുബൈ പോസ്റ്റ് ഓഫീസ് എന്നും പറഞ്ഞു. ആ പോസ്റ്റ് ഓഫീസിൽ നിന്ന് കത്ത് നമ്മുടെ കമ്പനിക്ക് വരും. അങ്ങനെ ആ കത്ത് നമുക്ക് കിട്ടും, അതിന് മറുപടി അയക്കും. അങ്ങനെയുള്ള ഒരു എത്ര ദിവസം കൂടുമ്പോഴാണ് ഈ കത്ത്? 45 ദിവസം എടുക്കും. അങ്ങനെ കുറച്ചൊരു 3 മാസം അവിടെ ചെന്ന് നിന്നപ്പോഴത്തേക്ക് നമുക്ക് ഇവിടത്തേക്ക് വിസ റെഡിയായി. അങ്ങനെ സീ പോർട്ടിൽ ഷിപ്പിലാത്താ വരുന്നത്. അങ്ങനെ കപ്പല്ല, അന്ന് ദ്വാരക എന്ന് പറയുന്ന ഒരു കപ്പലാണ്. ദ്വാരക പേരുമൊക്കെ ഓർമ്മയുണ്ട്. അങ്ങനെ വന്ന് ദുബൈ സീ പോർട്ടിൽ ഇറങ്ങുന്നു. നമ്മുടെ കമ്പനിയുടെ നാള് വരുന്നു. അവരൊരു വണ്ടിയും കൊണ്ട് വന്ന് ഞങ്ങൾ 500 പേരുണ്ട്. അങ്ങനെ ഞങ്ങളെ കൊണ്ടു ചെന്ന് നേരെ ദുബൈയിലെ നാസർ ഷൂത്ത എന്ന് പറയുന്ന ഒരു അറബാവിൻ്റെ വലിയൊരു അറബാവാണ്. അദ്ദേഹത്തിന് വലിയ അന്നത്തെ കാലത്തെ ഒരു 15 നില ബിൽഡിങ് ഇവിടെ വെക്കുകയാണ് ദുബൈയിൽ. വെൽക്കം ടു ദി സ്പെഷ്യൽ എപ്പിസോഡ് ഓഫ് ദിസ് പോഡ്കാസ്റ്റ്. എന്നെ സംബന്ധിച്ച് വളരെ സ്പെഷ്യൽ ആയിട്ടൊരു പോഡ്കാസ്റ്റ് ആണ്. കാരണം ഞാൻ ഈ ഒരു പോഡ്കാസ്റ്റ് എടുക്കുന്നതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് എനിക്ക് മെമ്മറി ഒന്ന് സേവ് ചെയ്ത് വെക്കണം. പിന്നെ ഇതിൽ നിന്ന് എന്തെങ്കിലും ഇൻസ്പിറേഷൻസ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും നല്ലൊരു കഥ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വി വിൽ ഷെയർ വിത്ത് യു. ഇതൊരു 50 വർഷത്തെ കഥയാണ്. അതായത് 1979 എൻ്റെ ഫാദർ അച്ഛൻ ദുബായിൽ വരുന്നത്. അപ്പൊ അച്ഛൻ ഇന്ന് എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അച്ഛൻ നാട്ടിലാണ് സെറ്റിൽ ആയിരിക്കുന്നത്, കൊട്ടാരക്കരയിലാണ്. അച്ഛൻ എല്ലാ വർഷവും ഒരു 1-2 വട്ടം വിസിറ്റ് വിസയിൽ എല്ലാവരും ഫാമിലിയായിട്ട് ഇവിടെ വരാറുണ്ട്. ഞങ്ങളിവിടെ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്പൊ ഈ വന്നപ്പോൾ അച്ഛനോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാം. ഈ 50 വർഷത്തെ ദുബായിലുള്ള യാത്രയും മാറ്റങ്ങളും അതിൽ നിന്നും എനിക്കും നമുക്കും എന്തെങ്കിലും മെസ്സേജസ് ഈ ഒരു ജനറേഷനിൽ നമുക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ വി ക്യാൻ ആസ്ക് സംതിങ്. അപ്പം എനിക്ക് അച്ഛനെ തന്നെ ഒന്ന് പരിചയപ്പെടുന്നു. അച്ഛന്റെ പേര്, അച്ഛനിപ്പോ എന്ത് ചെയ്യുന്നു? എൻ്റെ പേര് പ്രഭാകരൻ പിള്ള എന്നാണ്. ഞാനിപ്പോൾ താമസിക്കുന്നത് കൊട്ടാരക്കര മൈലം പഞ്ചായത്തില് ഇഞ്ചക്കാട് എന്ന് പറയുന്ന ഗ്രാമപ്രദേശത്താണ്. നേരത്തെ അല്പസ്വല്പം റിയൽ എസ്റ്റേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴ് സാഹചര്യങ്ങളൊക്കെ വളരെ മോശമാണ് നാട്ടിൽ. അപ്പൊ ഞാൻ അച്ഛനോട് ചോദിക്കാൻ പോകുന്നത് ഒരു 50 വർഷത്തെ കഥയാണ്. 50 വർഷത്തെ കഥയെന്ന് പറയുമ്പോൾ അച്ഛൻ 1979 ആദ്യമായി ദുബായ് വരുന്നത്. എന്റെ ഒരു ആദ്യത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, അച്ഛൻ ദുബായിൽ വരാനുണ്ടായ സാഹചര്യം എന്താണ്? എത്രാമത്തെ വയസ്സിലാണ് അച്ഛൻ ദുബായിൽ എത്തുന്നത്? ഞാൻ ദുബായി വരാനുണ്ടായ സാഹചര്യം SLC ഒക്കെ കഴിഞ്ഞ് കുറച്ച് നാള് വെൽഡിങ്ങിനും ഇലക്ട്രീഷ്യനും ഒക്കെ ആയിട്ട് പോയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ദുബായിലൊന്നും എല്ലാവരും ഇങ്ങനെ, എൻ്റെ ഒരു സ്നേഹിതനുണ്ടായിരുന്നു കൊട്ടാരക്കര. അദ്ദേഹം എയർപോർട്ടിലെ മാനേജരായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വരവ് എന്നെ വല്ലാതെ ആകർഷിച്ചു. കാരണം അദ്ദേഹം വരവ് കണ്ടാൽ ഒരു നമ്മുടെ അന്നത്തെ കാലത്തെ ഏറ്റവും ഒരു റിച്ച് മാൻ കണ്ടു കഴിഞ്ഞാൽ ആരും അന്നൊരു കാറിനകത്ത് വന്നിറങ്ങിയപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ നോക്കി. ഞാനും ഏതാണ്ട് ഒരു 10 മിനിറ്റോളം നോക്കിയിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹത്തിനോട് വിവരങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാനിങ്ങനെ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ദുബൈയിലെ സാഹചര്യമൊക്കെ ഇങ്ങനെയാണ്, ജോലിക്കൊക്കെ ഇന്നത്തെ കാലമാണ്, അന്നും ബുദ്ധിമുട്ടുണ്ട് ജോലിക്ക്, പക്ഷെ വർക്കുകളൊക്കെ വളരെ കുറവുള്ള ഒരു കാലഘട്ടമാണ്. അങ്ങനെ സെപ്റ്റംബർ 5 ബോംബെയിൽ നിന്ന് കയറുന്നു. 9 ആദ്യം ദുബൈയിലെത്തും. നാട്ടിൽ നിന്ന് നേരെ ബോംബെയിലാട്ടോ ചെല്ലുന്നത്. ഒരു വർഷം ബോംബെ പോയിട്ട് അവിടുന്ന് ഒരു വർഷം വരാനായിട്ടുള്ള പരിശ്രമങ്ങളുമായിട്ട് ബോംബെ തങ്ങേണ്ടി വന്നു. ഒരു വർഷം ബോംബെ തങ്ങേണ്ടി വന്നു. അങ്ങനെ ഒരു വർഷം ബോംബെ നിൽക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ഒരു വർഷം ബോംബെ നിൽക്കുമ്പോൾ വേറെ പണിയൊന്നും ചെയ്തില്ല. അവസാനം ഒരു കമ്പനി പണിക്കായിട്ട് അങ്ങനെ കുറച്ചൊരു 3 മാസം അവിടെ ചെന്ന് നിന്നപ്പോഴത്തേക്ക് നമുക്ക് ഇവിടത്തേക്ക് വിസ റെഡിയായി. അങ്ങനെ സീ പോർട്ടിൽ ഷിപ്പിലാത്താ വരുന്നത്. അങ്ങനെ കപ്പല്ല. അങ്ങനെ വന്ന് നമ്മുടെ ദുബൈ സീ പോർട്ടിൽ അന്ന് ദ്വാരക എന്ന് പറയുന്ന ഒരു കപ്പലാണ്. ദ്വാരക പേരുമൊക്കെ ഓർമ്മയുണ്ട്. അങ്ങനെ വന്ന് ദുബൈ സീ പോർട്ടിൽ ഇറങ്ങുന്നു. നമ്മുടെ കമ്പനിയുടെ നാള് വരുന്നു. അവരൊരു വണ്ടിയും കൊണ്ട് വന്ന് ഞങ്ങൾ 500 പേരുണ്ട്. അങ്ങനെ ഞങ്ങളെ കൊണ്ടു ചെന്ന് നേരെ ദുബൈയിലെ നാസർ ഷൂത്ത എന്ന് പറയുന്ന ഒരു അറബാവിൻ്റെ വലിയൊരു അറബാവാണ്. അദ്ദേഹത്തിന് വലിയ അന്നത്തെ കാലത്തെ ഒരു 15 നില ബിൽഡിങ് ഇവിടെ വെക്കുകയാണ് ദുബൈയിൽ. അങ്ങനെ അവിടുത്തെ വർക്കിനായിട്ടാണ് വരുന്നത്. ബോംബെയിൽ നിന്ന് പിന്നെ കപ്പലിൽ എത്ര ദിവസം എടുത്തിട്ടാണ്? 5 ദിവസം. 5 ദിവസം എടുത്തിട്ടാണ് വരുന്നത്. കപ്പലിലുള്ള യാത്ര എങ്ങനെയുണ്ട്? കപ്പൽ ചുരുക്കുണ്ടായിരുന്നു, ഛർദ്ദിച്ചു. അന്നത്തെ കാലത്ത് അധികം ആദ്യമായിട്ടൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്നതാ. എല്ലാവരും പറഞ്ഞ് പേടിക്കാനൊന്നുമില്ല. അങ്ങനെ ഏതായാലും വളരെ ക്ഷീണിതനായിട്ടാണ് വന്നിറങ്ങുന്നത്.
ഓക്കെ. വന്നിറങ്ങി ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്, ഒരു കോള മേടിച്ച് തന്നു ഇവിടെ ദുബൈയില്. അതിന്റെ സ്വാദം അസാധ്യമായിരുന്നു. കാരണം അന്നത്തെ അങ്ങനെ കോള, ഇന്ന് ആ പേര് അദ്ദേഹത്തിന്റെ അശോകൻ എന്നാണ്. ഇന്നും ആ പേര് ഞാൻ മറന്നിട്ടില്ല. അങ്ങനെ ഇവിടെ ഈ അശോകനുമായിട്ട് നേരത്തെ പരിചയം ഉണ്ടായിരുന്നു? ഒരു പരിചയമില്ല. ഒരു ഗുജറാത്തിയാണ് അദ്ദേഹം. വന്ന് കുറെ പേർക്ക് ഇവിടെ ഇറങ്ങി കിട്ടി കോള. അന്ന് അത് മറക്കാൻ പറ്റാത്ത ഒരു നിമിഷവും. അതുപോലെ തന്നെ അത് നമ്മൾ ഈ അമൃത് കുടിക്കുന്നു പറഞ്ഞാണോ കിട്ടാത്ത, കാരണം അത്ര ദാഹവും ക്ഷീണമായിരുന്നു. ഇന്നും അത് ഓർക്കും ഞാൻ, ആ പേരും ഓർക്കും. 79 സെപ്റ്റംബർ 26 50 വർഷം എടുക്കാം. 48 വർഷമായി. ഇന്നും അയാളുടെ പേര് മറക്കത്തില്ല. അപ്പൊ ആദ്യമായിട്ട് ഇവിടെ ഒന്ന് ജോലിക്ക് കയറുന്നത് എന്തായിട്ടാണ് ജോലിക്ക് കയറുന്നത്? ആദ്യം ജോലിക്ക് കയറിയത് വെൽഡറായിട്ടാണ്. ജോലിക്ക് കയറിയപ്പോ എനിക്ക് ചെറിയ ആക്സിഡന്റ് പറ്റി കയ്യില്. അപ്പൊ അങ്ങനെ എന്റെ വെയിൻ മുറിഞ്ഞു. അങ്ങനെ അതിൽ നിന്ന് എന്നെ എന്റെ അന്നത്തെ ഫോർമാൻ എന്നെ അവിടെ അന്ന് ഇറാനി ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലുണ്ട് ഇവിടെ ദുബൈയില്. അവിടെ പോയി 3-4 ദിവസം കടന്ന് പിന്നെ അവിടുന്ന് നേരെ വന്ന് കമ്പനി ജോയിൻ ചെയ്ത് നേരെ ഇലക്ട്രീഷ്യനായിട്ട് ട്രേഡ് മാറ്റി. അങ്ങനെ ഇലക്ട്രിക്കൽ വർക്കിലോട്ടാണ്. എത്ര വയസ്സുണ്ടായിരുന്നു അന്ന്? 21. 21 വയസ്സുണ്ട്. അങ്ങനെ അവിടെ നിന്ന് കുറെ കാലം ആ കമ്പനിയിൽ ജോലി ചെയ്തു. പിന്നെ കമ്പനികളൊക്കെ മാറി. അപ്പൊ ആദ്യമായിട്ട് ദുബായിൽ വന്ന സമയത്ത് എന്തെങ്കിലും സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു? ബുദ്ധിമുട്ടോ അല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു? കാരണം വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് മാറി നിൽക്കാം. വീട്ടിൽ നിന്ന് മാറി നിൽക്കുക അതിൻ്റെതായ ബുദ്ധിമുട്ട് വരും. പിന്നെ ഞാനൊരു മോനേ ഉള്ളൂ. അമ്മയ്ക്കൊന്നും അന്ന് വരുന്നതിനും ആർക്കും വലിയ താല്പര്യമില്ല, മനസ്സില്ല. കാരണം ഒരാളെ ഉള്ളായതുകൊണ്ട്, ഉണ്ടായതുകൊണ്ട് എന്നിങ്ങനെ പറഞ്ഞ് നീ ഒരുത്തനേ ഉള്ളൂ. പക്ഷെ എനിക്ക് എങ്ങനെയും ഗൾഫ് വരണം, ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഗൾഫ് പോവുക, ഫൈനാൻഷ്യലി കുറെ സെറ്റിൽ ആകുക എന്ന്. അങ്ങനെയൊക്കെ ഉള്ളവർ അതുകൊണ്ട് വാശിയോടുകൂടി തന്നെ ബോംബെയിൽ നിൽക്കുകയും നമ്മൾ ഏത് ജോലിക്കും അതിൻ്റെ സ്ട്രഗിൾ വരും. അത് നമ്മൾ ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അതിന് പിന്മാറും. ഇപ്പൊ വായനാശീലമൊക്കെ ഉണ്ടായതുകൊണ്ട് എത്ര പരാജയപ്പെട്ടാലും ശരി, അവസാനം ഏതിൽ നിന്നെങ്കിലും ഒന്നിൽ എത്തിപ്പിടിക്കുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എത്തുക, അതിന് ഏത് ത്യാഗം സഹിച്ചായാലും. അത് കപ്പലെങ്കിൽ കപ്പൽ, വള്ളമെങ്കിൽ വള്ളം, അങ്ങനെ ഒരു ചിന്താഗതി അന്നേ എന്നിലുണ്ട്. അതാണ് എന്നെ ഇവിടെ വരാനുള്ള പ്രധാന കാരണം. അപ്പൊ അത് അന്ന് വന്നിട്ട് എത്ര നാൾ കഴിഞ്ഞിട്ടാണ് ആദ്യമായിട്ട് നാട്ടിൽ പോകുന്നത്? ആദ്യമായിട്ട് നാട്ടിൽ പോകുന്നത് 84 പോകുന്നത്. 5 വർഷം കഴിഞ്ഞാ 5 വർഷമായിട്ട് അച്ഛനെയും അമ്മയും ആരെയും കണ്ടിട്ടില്ല. കാണാൻ ഒരു കത്തയക്കും. 40-45 ദിവസം കഴിയുമ്പോ കത്ത് വായിക്കും, മറുപടി അയക്കും. അതാ ആ ഒരു ചോദ്യത്തിലേക്ക് ഞാൻ വരാതിരിക്കുന്നു. കാരണം അന്ന് ഇന്നത്തെ പോലെ മൊബൈൽ ഫോൺ ഇല്ല, ഇന്റർനെറ്റ് ഇല്ല, ഒന്നുമില്ല, വീഡിയോ ചാറ്റ് ചെയ്യാൻ പറ്റില്ല, ഒന്നുമില്ല. അപ്പൊ എങ്ങനെ ലെറ്റർ മാത്രമേ ഉള്ളൂ ഒരാധാരം. അന്ന് ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട് ഇവിടെ ദുബൈ. ഒരു പോസ്റ്റ് ഓഫീസേ ഉള്ളൂ, ദുബൈ പോസ്റ്റ് ഓഫീസ് എന്നും പറഞ്ഞു. ആ പോസ്റ്റ് ഓഫീസിൽ നിന്ന് കത്ത് നമ്മുടെ കമ്പനിക്ക് വരും. അങ്ങനെ ആ കത്ത് നമുക്ക് കിട്ടും, അതിന് മറുപടി അയക്കും. അന്ന് അങ്ങനെയുള്ള ഒരു എത്ര ദിവസം കൂടുമ്പോഴാണ് ഈ കത്ത്? 45 ദിവസം എടുക്കുമെന്ന്. ഇന്ന് അയച്ചാൽ 40 ദിവസം കഴിഞ്ഞ് നാട്ടിൽ കിട്ടും, എടുക്കും. അപ്പൊ അവിടുന്ന് വിട്ടാൽ വീണ്ടും ഇങ്ങോട്ട്, അതായത് 90 ദിവസം കൂടുമ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ആദ്യമായി താമസിച്ച റൂമിൽ എത്ര പേരുണ്ടായിരുന്നു കൂടെ? ഞങ്ങൾ ആദ്യമായി താമസിക്കുന്ന റൂം എന്ന് പറയുന്ന അന്നത്തെ കാലത്ത് കട്ടില് ഇങ്ങനെ നിരത്തിയിടും. അന്നത്തെ കാലത്ത് എല്ലാവർക്കും ഒരു കമ്പനി നിന്നില്ല, വളരെ നിരത്തിയിട്ട് വലിയൊരു ഷെഡ് പോലെ കെട്ടി 10, 25, 30 ഒക്കെ പേരുണ്ട്. അന്നൊക്കെ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? അന്ന് ഒരുപാട് കൂട്ടുകാരുണ്ട്. എന്റെ കൂട്ടുകാരൊക്കെ അന്ന് താജുദ്ദീൻ എന്ന് പറയുന്ന എന്റെ സുഹൃത്തുണ്ട്, കല്ലമ്പലത്തുകാരന്. പിന്നെ മുസ്തഫ എന്ന് പറയുന്ന എന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് മാംഗ്ലൂരിൽ ഉണ്ട്. ഒരു ഗുജറാത്തി എന്റെ സുഹൃത്തുണ്ട്. കൂട്ടുകാരെ ആരെ അങ്ങനെ മറക്കത്തില്ല. കാരണം അങ്ങനെ എനിക്ക് അന്ന് എൻ്റെ ഒരു സുഹൃത്തൊരു ശ്ലോകം എഴുതി തന്നായിരുന്നത് ഞാൻ വായിക്കുമായിരുന്നു. മറക്കുകില്ല ഞാൻ മറക്കുകില്ല സുഹൃത്തെ, മറന്നുപോയെന്ന് വരുന്ന കാലം മരിച്ചുപോയെന്ന് നനച്ചുകൊള്ളുക എന്ന് ഒരു ഓട്ടോഗ്രാഫ് എനിക്ക് എഴുതി തന്നു. അത് ഞാൻ ആ കവിത മരിച്ചുപോയെന്ന് നീ കണക്കായിക്കണം. അതുകൊണ്ട് കൂട്ടുകാരും ഒക്കെ ഇന്നും ബന്ധങ്ങളുണ്ട്. പക്ഷെ ഇന്നെന്റെ കൂടെ അന്ന് ജോലിക്കുള്ള ആരും തന്നെ ഇവിടെ ഇല്ല, എല്ലാവരും നാട്ടിലാണ്. അന്ന് പിന്നെ അത്യാവശ്യം നല്ല ശമ്പളമൊക്കെ ഉണ്ടായിരുന്നു. വലിയ ശമ്പളം, ടെക്നീഷ്യനുള്ള സാലറിയേ ഉള്ളൂ, പൈസ മാത്രമേ ഉണ്ടായിരുന്നു. ഇല്ല, കള്ളത്തരം പറയാൻ കഴിയത്തില്ല. അന്ന് 750 ദിർഹംസിലെ തുടക്കം. അങ്ങനെ അന്ന് എല്ലാ സാധാരണപ്പെട്ട എല്ലാ ടെക്നീഷ്യനും അതേ ഉള്ളൂ. അതിന് നമ്മൾ ഇലക്ട്രീഷ്യന്റെ അന്നത്തെ ന്യായമായ ഒരു 600 ദിർഹംസേ ഉള്ളൂ സാധാരണ കമ്പനികളിലൊക്കെ. അന്ന് ഞങ്ങളുടെ ലൂത്ത കമ്പനിയിൽ 750 രൂപ
ഉണ്ട്. പിന്നെ ഇംഗ്ലീഷ് കമ്പനിയിലൊക്കെ മാറുമ്പോൾ റേറ്റ് ഒന്ന് മാറും. അപ്പൊ അന്ന് എന്റെ ചില ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ഈ വീഡിയോ ഒരുപാട് ആൾക്കാർ കാണുന്ന ഒരു വീഡിയോ ആയിട്ട് മാറും. അപ്പോ യുവാക്കൾക്ക് ആദ്യമായിട്ട് ജോലിക്ക് കയറുന്നവർ ഒക്കെ നല്ല ചില മെസ്സേജസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം ഞാൻ എന്റെ നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു, എന്റെ അടുത്ത് ഇന്റർവ്യൂവിൽ ചോദിച്ചു, പിന്നെ ആദ്യമായിട്ട് UAE ജോലി അന്വേഷിച്ച് വരുന്നവർ കൊടുക്കേണ്ട ഒരു മെസ്സേജ് എന്തായിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു ഗിവ് അപ്പ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞൊരു കണ്ടന്റ് പോയി. അതൊരുപാട് റീച്ച് ചെയ്യാൻ പിന്നെ ഒരുപാട് പേര് വിളിച്ചിട്ട് അവരുടെ ലൈഫിൽ ചില മൊമെന്റ്സിൽ ആ വീഡിയോ ഒരുപാട് ഉപയോഗപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചില കാര്യങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ഇവിടെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ അന്ന് ചെയ്ത ആദ്യമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് 20-21 വയസ്സിൽ ജോലി സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെയ്ത ജോലി എന്തെങ്കിലും അഭിമാനമായിട്ട് തോന്നി എന്തെങ്കിലും നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതായത് ഒരു അച്ചീവ്മെന്റ് എന്നുള്ള രീതിയിൽ ആത്മാഭിമാനം തോന്നാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ടോ? 1970-80 കാര്യം ഞാൻ ചോദിക്കുന്നത്. നമ്മൾ ഏത് ജോലി, എത്ര കഷ്ടപ്പെട്ട ജോലിയായാലും ഏത് ജോലിയായാലും അത് ആനന്ദപൂർവ്വം ചെയ്യുമ്പോൾ മനസ്സിന് നല്ല സുഖം കിട്ടും. ഇനി ഏത് ജോലിയാണ്, സ്വർണം എടുക്കുന്ന ജോലിയാണെങ്കിലും അത് മനസ്സിന് നമുക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ ചെയ്താൽ അത് നമുക്ക് ദുഃഖപൂർണമായിരിക്കും. അപ്പോൾ അതൊരു മെസ്സേജാണ്. കാരണം ഏത് ജോലി ചെയ്യുന്നതും സിൻസിയർ ഉണ്ടായിരിക്കണം, അത് മനസ്സിന് ആനന്ദപ്രദമായി ചെയ്യണം. അങ്ങനെ ചെയ്യുന്ന ഏത് ജോലിയും നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഭാവിക്കും നല്ലതായിരിക്കും. കാരണം ആ ജോലിക്ക് നല്ല ശുദ്ധത ഉണ്ടായിരിക്കും. അപ്പം അച്ഛൻ അന്ന് ചെയ്തപ്പോ എന്തെങ്കിലും അഭിമാനം തോന്നിയ നിമിഷം ഉണ്ടായിരുന്നു? അതായത് നമ്മുടെ തൊട്ട് മേലുള്ള സൂപ്പർവൈസർ അല്ലെങ്കിൽ എഞ്ചിനീയർ അല്ലെങ്കിൽ കമ്പനിയുടെ ഓണർ അല്ലെങ്കിൽ അർബാവായിരിക്കും നമ്മൾ ജോലി ചെയ്യിപ്പിക്കുക. അപ്പൊ അവര് നന്നായിരുന്നു തോളിൽ തട്ടി അഭിമാനിക്കത്ത വിധത്തിൽ എന്തെങ്കിലും ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ടോ? പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. അർബാക്കന്മാര് വന്ന് നോക്കിയിട്ട് ചെയ്യുന്ന ജോലി അവർക്കറിയാം, അവർ ആത്മാർത്ഥമായിട്ടായിരുന്നു ചെയ്യുന്നത് എന്ന് അവർക്കറിയാം. അതിനെ അവരെ ഒന്ന് പ്രോത്സാഹിപ്പിച്ച് കഴിയുമ്പോൾ ഞാൻ അവർക്ക് ഏറ്റവും മാനസികമായിട്ട് അവർ സന്തോഷപ്പെടും. ഏത് തൊഴിലാളിക്കും നമ്മളിൽ നിന്ന്, മുതലാളിമാരിൽ നിന്ന് കൊടുക്കേണ്ടുന്നത് ഒരു സന്ദേശം എന്ന് പറയുന്നാൽ അവൻ്റെതായ പാടുകളും ദുരിതങ്ങളും ദുഃഖങ്ങളും അവൻ പറയുമ്പോൾ അത് കേൾക്കുകയും ആരിൽ നിന്ന് അത് കേൾക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. നിഷേധാത്മകമായ നിലപാടല്ല എടുക്കേണ്ടത് ഏത് മുതലാളി. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ആ തൊഴിലാളിക്ക് മാനസികമായ നല്ല ആത്മാർത്ഥത നമ്മളിൽ ഉണ്ടായിരിക്കും. കൊടുക്കുന്നതാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അന്ന് എൻ്റെ പ്രായത്തിൽ നല്ലോണം ഞാൻ ജോലി ചെയ്യുമായിരുന്നു. പക്ഷെ അല്ലാത്ത എന്തെങ്കിലും കണ്ടാൽ ചിലപ്പം എൻ്റെ അന്നത്തെ പ്രായം അനുസരിച്ച് ഞാൻ അന്ന് പ്രതിഷേധിക്കുമായിരുന്നു. അങ്ങനൊരു സ്വഭാവം ഉണ്ടായിരുന്നു എനിക്ക് അന്ന്. പ്രതിഷേധത്തിൽ വലിയ കുഴപ്പത്തിൽ ചാടിയിട്ടില്ല. അവിടെ നിന്നൊക്കെ ഞാൻ 3 പോയിന്റ് ദൈവം അങ്ങനെ ഉണ്ട്. കാരണം പ്രതിഷേധിക്കുകയും പറയേണ്ടതിനകത്ത് പല കാര്യങ്ങൾ പറയേണ്ടതെന്ന് പറയുകയും ചെയ്യുമായിരുന്നു. അല്ലാതെ അന്ന് അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നെല്ലാം വലിയ കുഴപ്പമൊന്നുമല്ല, അങ്ങനെയുള്ളതൊന്നുമല്ല. എങ്കിലും ചില കാര്യങ്ങൾ സൈറ്റിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങളും ഒക്കെ അതൊക്കെ ഇടപെടുമായിരുന്നു. അപ്പൊ ഒറ്റ മോനാന്ന് പറഞ്ഞു അമ്മൂമ്മയ്ക്ക് അല്ലെ? അമ്മയ്ക്ക് ഒറ്റ മോനാണ്. അപ്പൊ അമ്മൂമ്മയിൽ നിന്ന് ഇവിടെ വന്നു നിന്നപ്പോ മാനസികമായിട്ടുള്ള വിഷമങ്ങളും അമ്മൂമ്മയ്ക്ക് അവിടെ എന്തെങ്കിലും വിഷമങ്ങൾ അതൊക്കെ എങ്ങനെയായിരുന്നു നിങ്ങൾ തമ്മിൽ അതൊക്കെ ഒന്ന് ടാക്കിൾ? അമ്മയ്ക്ക് വിഷമങ്ങൾ ഉണ്ടായിരുന്നല്ലോ, വരുമല്ലോ. കാരണം ഒരു മോനാണ്, മാറി നിൽക്കുകയാണ്. അവർക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. അതിൽ നിന്ന് എൻ്റെ കത്തിനും എൻ്റെ വാക്കുകളിൽ നിന്നും അമ്മയ്ക്ക് സമാധാനം ഉണ്ടായിരുന്നു. എൻ്റെ ലെറ്ററുകളെല്ലാം അങ്ങനെയുള്ള ലെറ്ററുകളാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ഇവിടുത്തെ ദുഃഖങ്ങളോ ദുരിതങ്ങളോ പാടുകളോ പ്രയാസങ്ങളോ യാതൊന്നും എഴുതിയിട്ടില്ല. ഇവിടെ എനിക്ക് നല്ല സുഖമാണെന്നും യാതൊരു വിധമായ കുഴപ്പമില്ലെന്നും ഒരു കത്ത് വായിക്കുമ്പോൾ തന്നെ പിന്നെ വളരെ അടുത്ത മറുപടി, വളരെ ആനന്ദപ്രദമായ മറുപടി അമ്മ എഴുതിയിട്ടുള്ളത്. വലിയ ദുഃഖങ്ങളൊന്നും നാട്ടിൽ അറിയിച്ചിട്ടില്ല, ഒരു ദുഃഖവും അറിയിച്ചിട്ടില്ല. അത് എന്തുകൊണ്ടാണ് അത് അറിയിക്കാതിരുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് സഹിക്കത്തില്ല, അതുകൊണ്ട് അറിയിച്ചില്ല. അപ്പൊ അന്ന് ദുബായിലേക്ക് വരാൻ വേണ്ടിയിട്ട് കേരളത്തിൽ നിന്ന് കുറെ ആൾക്കാര് ബോംബെയിലേക്ക് പോയി. അപ്പൊ ആ ബോംബെയിലേക്ക് വന്നതിൽ എല്ലാവരും നമ്മുടെ കൊട്ടാരക്കരയിൽ നിന്ന് എത്ര പേരുണ്ടായിരുന്നു ഒരുമിച്ച് ബോംബെയിലേക്ക്? കൊട്ടാരക്കരയിൽ നിന്ന് 10-30 പേരോളം ഉണ്ടായിരുന്നു. കൊട്ടാരക്കരയിൽ നിന്നല്ല, അന്ന് കൊല്ലം ജില്ല. അപ്പൊ എല്ലാവരും അന്ന് ദുബായിലോട്ട് വന്നു. അതോ മിക്കവാറും അല്ല, പല രാജ്യത്തോട്ടും പോയി. കുറെ പേര് സൗദിക്ക് പോയി, കുറെ പേര് പിന്നെ ഖത്തറിൽ പോയി, കുറെ പേര് ദുബായിക്ക് വന്നു. അന്ന് ദുബായി വന്നിട്ട് ഒരു ജോലിയിൽ ഇലക്ട്രീഷ്യനായിട്ട് ഏതൊക്കെ ഇൻഡസ്ട്രീസിലൊന്നും വർക്ക് ചെയ്തിട്ടുണ്ട്? അതായത് ആ സമയത്ത് ദുബായിയുടെ ബൂമിങ് സ്റ്റാർട്ട് ചെയ്യുന്ന, ഇന്ന് കാണുന്ന ദുബായ് അല്ല അന്ന്. അന്ന് ഒരു എന്താ പറയാ ഇൻഡസ്ട്രീസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയമാണ്. അന്ന് ഏതൊക്കെ മേഖലകളിൽ ജോലി ചെയ്തിട്ടുണ്ട്? ഇലക്ട്രീഷ്യനായിട്ട് തന്നെ, പിന്നെ പിരിയുന്നിടം വരെ ഏതൊക്കെ കമ്പനിയിൽ ജോലി ചെയ്തിട്ടുണ്ട്? കമ്പനിയിൽ മെയിനായിട്ട് ജോലി ചെയ്തത് പിന്നെ ഇവിടെ ഷാർജയില് വെർജി റെക്കോർഡ് എന്ന് പറഞ്ഞ ഫ്രഞ്ച് കമ്പനിയില്. പിന്നെ ഞാൻ വന്ന നാസിർ റഷീദ് ലൂത്ത എന്ന് പറയുന്ന കമ്പനി, പിന്നെ അബുദാബി ഗൾഫ്രക്ഷൻ എന്ന് പറയുന്ന കമ്പനി, ഹെലിയോപോളിസ് എന്ന് പറയുന്ന കമ്പനി, ഇങ്ങനെ 5 കമ്പനി.
ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു 4 വർഷം വന്നപ്പോൾ ഞാൻ അച്ഛനെയും കൂട്ടിയിട്ട് ഈ കമ്പനിയിൽ എല്ലാം പോയിരുന്നു. ഇപ്പോഴും അവിടെ അന്ന് കൂടെ വർക്ക് ചെയ്ത ചില ആൾക്കാരൊക്കെ അവരിപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. അവരെല്ലാരും അച്ഛനെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിനകത്തൊരു സന്തോഷം തോന്നുന്നുണ്ട് അന്ന് ഇപ്പോഴും. പിന്നെ അങ്ങനെ നമ്മള് നല്ല പെരുമാറ്റവും നല്ല ശീലവും നമ്മളെവിടെ പ്രവർത്തിക്കുന്നു, തീർച്ചയായിട്ടും നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന ധനം എന്ന് പറയുന്നത് നല്ല ശീലവും നല്ല പെരുമാറ്റവുമാണ്. ആരോട് നമ്മൾ ഇടപെടുന്നു അവരത് ഓർക്കും. നമ്മളെ കൊണ്ടു നടക്കാവുന്ന ധനമാണ് അത്. ശീലം സർവത്ര വൈധനം എന്നാണ്. നല്ല ശീലം അതാണ് ധനം. മറ്റുള്ള ഒന്നുമില്ലെങ്കിൽ തന്നെ നല്ല ശീലമാണെങ്കിൽ എവിടെയും നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാം. എത്ര വർഷം ഇവിടെ ജോലി ചെയ്തു? മൊത്തം 13 വർഷം. അതായത് 1993 തിരിച്ചു. 1993 തിരിച്ചു പോയി. ഇപ്പൊ എത്ര വയസ്സുണ്ടെന്ന്? അന്ന് 34 വയസ്സ്. 33 വയസ്സിൽ ദുബായ് ജീവിതം മതിയാക്കി തിരിച്ചു പോയി. നാട്ടിൽ പോയിട്ട് പിന്നെ എന്താ ചെയ്തത്? നാട്ടിൽ പോയിട്ട് ഉടനെ തന്നെ ഒരു പിന്നെ ബ്രിക്സ് യൂണിറ്റ്, വയർക്കട്ട് ബ്രിക്സിന്റെ യൂണിറ്റ് ഞങ്ങൾ 2-3 പേര് കൂടി സ്റ്റാർട്ട് ചെയ്തു. അത് വലിയ കുഴപ്പമില്ലാതെ കമ്പനിയുടെ പേരെന്താ? അത് മഹാരാജ. പേരെവിടുന്ന് കിട്ടി മഹാരാജ എന്നുള്ള പേര്? അവിടെ അന്നും വേറൊരു കമ്പനിക്ക് വന്നപ്പം എല്ലാവരും കൂടെ കൂടി ഇരുന്ന് ആലോചിച്ചു ഏറ്റവും നല്ല ഉത്തമമായ ഒരു പേര് നമുക്ക് കണ്ടെത്തണം. അപ്പോഴ് ഞങ്ങൾ ഒരാളുടെ പേര് മോഹൻ, ഒരാളുടെ പേര് രവി, ഒരാളപ്പം അവരെല്ലാവരുടെ തീരുമാനത്തിൽ നമുക്ക് മഹാരാജ ബ്രിക്സ്, ഇനി അതിന്റെ മേളിൽ ഒരു രാജാവ് വേണ്ടെന്ന് കണക്കാക്കി രാജാവ് വേണ്ട, അങ്ങനെയാണ് പേരിടുന്നത്. അപ്പൊ എല്ലാം കൂടെ എത്ര എംപ്ലോയീസ് ഉണ്ടായിരുന്നു കമ്പനിയിൽ? എല്ലാവർക്കും കൂടെ നമുക്ക് ഒരു സമയത്ത് 300 പേരുണ്ടായിരുന്നു. 300 പേരുണ്ടായിരുന്നു കമ്പനിയിൽ. അപ്പൊ ആ ഒരു കാലഘട്ടം 93, 2005 നമ്മുടെ ലൈഫിലായാലും നമ്മുടെ ബിസിനസ്സിനകത്തായാലും ഒരു ജേണി ഉണ്ട്. നല്ല കാലം വരും, മോശ സമയം വരും. ഏകദേശം 2005, 2007 കൂടി ഇത് വൈൻഡപ്പ് ചെയ്തു അല്ലെ? 2007, 2005-2007 നിർത്തുന്നത്. അപ്പൊ ഈ 13 വർഷത്തെ പിന്നെ നാട്ടിലുള്ള ബിസിനസ് എങ്ങനെ ഉണ്ടായിരുന്നു? നാട്ടിലുള്ള ബിസിനസ്സിന് വലിയ മോശമൊന്നുമില്ലായിരുന്നു. 3 ഒന്നായിട്ട് തുടങ്ങി, പിന്നെ അത് ഞങ്ങൾ 3 പേരും 3 കമ്പനി ഇട്ടു. ഒരുവിധം പിന്നെ അങ്ങനെ ആ കമ്പനി, പിന്നെ നാട് മൊത്തം കമ്പനിയായി. അപ്പം കോമ്പറ്റീഷൻ വന്നു. അപ്പം ഈ സ്വന്തമായി മണ്ണ് ഒക്കെ ഉള്ളവർക്ക് കുറച്ചു കാലം കൂടെ പോയി, ഇല്ലാത്ത ഞങ്ങളൊക്കെ നേരത്തെ പൂട്ടി കെട്ടി. അത് പിന്നെ അങ്ങനെയൊക്കെ ആയപ്പോൾ മക്കളൊക്കെ ഏതാണ്ട് ഒരു പരുവം വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ്, അത് കഴിഞ്ഞ് എൻ്റെ മക്കളൊക്കെ ഒരു പരുവമായി. ഏതായാലും ഈശ്വരകൃപ കൊണ്ട് അവരും വെളിയിൽ പോകാനുള്ള ചാൻസ് ഉണ്ടായി. അവിടെ ഒരുവിധം ന്യായമായ രീതിയിലുള്ള വരുമാനം വന്നു തുടങ്ങി. മക്കളൊക്കെ രക്ഷപ്പെടും. മക്കളൊക്കെ നമ്മൾ ദോഷം ചെയ്തിട്ടില്ലെങ്കിൽ മക്കൾ രക്ഷപ്പെടുമല്ലോ. മക്കൾ രക്ഷപ്പെടുന്നത് മാതാവിൻ്റെയും പിതാവിൻ്റെയും ഒരു ഭാഗ്യമാണ്. ആരുടെ ആയാലും ഏത് മക്കളെ. അപ്പം അത് കാണാനും അത് അനുഭവിക്കാനും ഒക്കെ ഈശ്വരാധീനം കൂടെ വേണം. അതിന് എത്രത്തോളം ഉയർച്ച ഉണ്ടാകുന്നോ നമുക്ക് അത്രത്തോളം ഈശ്വരനിൽ നമ്മൾ ഏത് ഈശ്വരനിലും വിശ്വസിച്ചോണം, അടിയുറച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്തി ഉണ്ടായിരിക്കണം, എപ്പോഴും വിനയം ഉണ്ടായിരിക്കണം. നമുക്ക് ഭക്തിയും വിനയവും നമ്മുടെ യാത്രയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അത് എല്ലാവർക്കും കൊടുക്കേണ്ടുന്ന ഒരു ഉപദേശമാണ്. വിനയം ഉണ്ടായിരിക്കും. വിനയമാണ് നമ്മളെ ഉന്നതിയിലേക്ക് എത്തിക്കുന്നത്. എത്രത്തോളം നമ്മൾ മുകളിൽ കയറി നോക്കുമ്പോൾ പുറമോട്ട് തിരിഞ്ഞു നോക്കണം, എത്ര ഹൈറ്റിലാണ് ചാടാൻ പോകുന്നത്. അത് ജീവിതത്തിന്റെ ഒരു പാഠമാണ്. അപ്പൊ നമ്മൾ അച്ഛന്റെ നാട്ടിലുള്ള കമ്പനിയെ പറ്റി ചോദിച്ചു. അടുത്ത ഞാൻ ചോദിക്കാന്ന് വെച്ചാല്, ബിസിനസ് ലൈഫിൽ ഒരുപാട് ഉയർച്ചകളും താഴ്ചകളും ഞാനും കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് വരെ ആ മുഖത്ത് ഒരു ടെൻഷൻ, ഒരു സ്ട്രെസ്, നമുക്കൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ് ഇപ്പോഴും ഇവിടെ കമ്പനിയിൽ അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും മുമ്പോട്ട് പോകുമ്പോഴല്ല നമ്മുടെ മുഖത്ത് ആ ടെൻഷൻ അറിയാം. വീട്ടിൽ ചെല്ലുമ്പോൾ അവർ ചോദിക്കും എന്താ പ്രശ്നം എന്നൊക്കെ. ഇന്നേ വരെ ആ ഒരു ടെൻഷൻ ഞാൻ കണ്ടിട്ടില്ല. അതെന്താണ് ഇതിന്റെ സീക്രട്ട്? എൻ്റെ സീക്രട്ട് എന്ന് പറഞ്ഞാൽ, എനിക്ക് നമ്മൾ എന്ത് ചെയ്യിക്കുന്നതും എന്ത് പ്രവർത്തിക്കുന്നതും ഈശ്വരനാണ്. നല്ലതും ചീത്തയും അത് നമ്മളെ ഈശ്വരനിൽ അർപ്പിക്കുകയാണെങ്കിൽ, ഭഗവാനിൽ അർപ്പിക്കുകയാണെങ്കിൽ, എനിക്ക് വരാനുള്ളതും പോകാനുള്ളതും അദ്ദേഹത്തിന് പരിപൂർണമായി വിശ്വസിച്ച് നമ്മൾ ഏൽപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും യാതൊരു സ്ട്രെസ്സും ഉണ്ടാകത്തില്ല. ഏത് പ്രശ്നത്തിനും, നല്ലതായാലും ചീത്തയായാലും അകമെഴിഞ്ഞ് ഭഗവാനെ വിളിച്ചാൽ, നമ്മുടെ പുരാണങ്ങളിലൊക്കെ പറയുന്നുണ്ട്, അകമെഴിഞ്ഞ് ഉള്ളെഴിഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ ഈശ്വരനെ ആത്മാർത്ഥമായിട്ട് നമ്മൾ ജപിക്കുന്ന നാമങ്ങളായാലും, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞോണം ആ ഈശ്വര ചിന്തയും ഉന്നതിയുമായ ഒരു സ്ഥലത്ത് നമ്മളെ എത്തിക്കും. അല്ലെങ്കിൽ ആ ഉന്നതി വലിയ ഉയർച്ചയും ധനമൊന്നും അല്ലെങ്കിൽ തന്നെയും സമാധാനമായി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഏത് പ്രതിസന്ധിയും നമുക്ക് നേരിടാൻ പറ്റും. നമ്മളുടെ കമ്പനിയൊക്കെ ഒരു സമയത്ത് നമുക്ക് ഒരുപാട് കൈവിട്ടു പോയി.
ബിസിനസ്സിനകത്ത് ഒരുപാട് കൊളാപ്സ്, ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചു. ആ സമയത്ത് ആ ഒരു സമയം ഫിനാൻഷ്യലി ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ബാങ്ക് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ആ സമയം എങ്ങനെയാണ് മെന്റലി അതിനെ ടാക്കിൾ ചെയ്ത്? എങ്ങനെയാണ് മെന്റലി നമ്മൾ ടാക്കിൾ? നമ്മുടെ ആദ്യമായിട്ട് നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യണം. നമ്മൾ അല്പനേരം ചിന്തിച്ച് നമുക്ക് എന്തുകൊണ്ട് ഇത് വന്നു, ഇത് എങ്ങനെ വന്നു എന്ന് ചിന്തിച്ചിട്ട് അതിന് നമ്മളൊരു സൊല്യൂഷൻ കണ്ടെത്തും. അല്ലാതെ നമ്മളൊരു സൊല്യൂഷൻ, നമ്മൾ അതിന് എന്താണ് ഇത് വരാൻ കാരണം, അതിന് അപ്പം നമുക്കൊരു മറുപടി കിട്ടും. അത് നിന്നിട്ട് നമ്മൾ മുന്നോട്ട് പോവുക, സധൈര്യം മുന്നോട്ട് പോവുക. നഷ്ടപ്പെട്ടതിന് ഓർത്തുള്ള വിഷമം, നഷ്ടപ്പെട്ടതിന് കിട്ടി പറയുന്നത് നമുക്കുള്ളത് നമുക്ക് കിട്ടിയിരിക്കും. അത്രയും ചിന്തിച്ചാൽ മതി. ഈ കിട്ടുന്നത് നമുക്കുള്ളത് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് കിട്ടും. അത് നമുക്ക് അർഹതപ്പെട്ടത് നമുക്ക് കിട്ടും. നമുക്ക് എന്തുവാ കിട്ടുന്നത് നമുക്ക് അർഹതപ്പെട്ടതെന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ സുഖം, ഒരു ടെൻഷനും കാണത്തില്ല. നല്ലതായാലും ചീത്തയായാലും, ഇപ്പം ചീത്ത വന്നു സകലം നമ്മൾ പോയി, ഇത് നമുക്ക് അർഹതപ്പെട്ടത്, ഇത് നമുക്ക് പറഞ്ഞിരിക്കുന്നതാണ് ധരിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ആത്മധൈര്യമാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ എന്ത് പ്രതിസന്ധിയും നമുക്ക് മുന്നിടാനുള്ളതായ നമുക്ക് മരുന്ന്, ആത്മധൈര്യം. പിന്നെ നമ്മുടെ പരിപൂർണമായ നമ്മുടെ വിശ്വാസവും നല്ല പ്രവൃത്തിയും നമുക്ക് മുന്നോട്ട് പോകാൻ ഈ 3-4 കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി, ഏത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും ശ്രദ്ധയോടുകൂടി ചെയ്യണം. നല്ല ശ്രദ്ധയാണ് ഏതിനും, നമുക്ക് അല്ലാതെ ഈസിയാണ് അങ്ങനെയല്ല. എന്തും ശ്രദ്ധയോടുകൂടി ചെയ്യണം. എന്തും ചെയ്യുന്ന പണി ആത്മാർത്ഥമായിട്ട് ചെയ്യുക. തെറ്റുകളെ നമ്മൾ ഈ സമയം കണ്ടെത്തി അത് തിരുത്തുക. തെറ്റുകൾ എല്ലാവർക്കും പറ്റാം. നമ്മളെ പോലുള്ള ആൾക്കാർ ഓണ്ടർപ്രണേഴ്സ് ആയിട്ട് ഇവിടെ നമ്മൾ ബിസിനസ് ചെയ്യുന്നവരുണ്ട്, ഇതൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് ഡൗൺ. അപ്പൊ അത് അറിയാമല്ലോ, ഇപ്പൊ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങൾ നടക്കുന്ന കാര്യം കേട്ടാൽ വലിയ പ്രശ്നമാകുന്ന വാർത്തകളാണ് ഇന്ന് കേട്ടോണ്ടിരിക്കുന്നത്. അപ്പൊ ആ യങ്ങായിട്ടുള്ളവർക്ക് കൊടുക്കാൻ എന്തെങ്കിലും ഒരു മെസ്സേജ് ഉണ്ടോ? എനിക്ക് കൊടുക്കാനുള്ള മെസ്സേജ് എന്ന് ഞാൻ പറഞ്ഞത് നമ്മുടെ പുരാണത്തിൽ പറയുന്ന ഒരു മെസ്സേജാണ്. ബന്ധുക്കളുണ്ടു, ധനമുണ്ടു, കുടുംബം, ഇതൊന്നും ചിന്തിച്ചു ജന്മമധിനാ കളയുന്ന ലോകം. ഈ കണ്ടത് ഒന്നും ഒരു ശാശ്വതമല്ല ഹൃത്തേ, ഭക്തിയാ ഭജിക്ക പുരുഷോത്തമവാദം. ഈശ്വരഭക്തി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സമാധാനമായ പ്രതിവിധികൾ വന്നെത്തുകയും ശാന്തിയും സമാധാനത്തോടും മറ്റുള്ളവർക്കും. ഒരു ഓഫീസായാൽ തന്നെ എല്ലാവരും കൂട്ടരുമ. നമ്മുടെ ഒരു ഓഫീസ്, എനിക്ക് പറയാനുള്ള ഒരു കമ്പനി ഏതായാലും ശരി, എല്ലാവരോടും ഒത്തൊരുമിച്ച് സന്തോഷമായിട്ട് അത് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുമ്പം അതിൻ്റെ ഐശ്വര്യം, ആ വിളക്ക് നല്ലോണം കത്തും. അറിയുന്ന 10 വിളക്കിൽ നിന്ന് ഒരു തിരിശല അളഞ്ഞാലും 9ന്റെ ശോഭ കിട്ടും. അതുപോലെ തന്നെ നല്ലവണ്ണം പ്രവർത്തിച്ചു കൊണ്ടുപോയിരിക്കുന്ന ഒരു വീട് വെച്ചിട്ട് അതിൻ്റെ ഒരു മൂലക്കല്ലിളക്കിയാൽ അതിൻ്റെ എഫക്റ്റ് ആ വീടിന് മൊത്തം അത് ബാധിക്കും. അപ്പം നമ്മൾ ഓരോരുത്തരും, ജോലി ചെയ്യുന്നവരായാലും നമ്മളായാലും എല്ലാവരും ഹൃദയം തുറന്ന് ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുകയും ഈ മെസ്സേജ് കമ്പനിയിലുള്ളവർക്കും കൊടുക്കാം. എല്ലാവരും ഒറ്റക്കെട്ട് പരസ്പരം സംസാരിച്ച് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യണം. നമ്മൾ പരസ്പരം സംസാരിച്ച് നല്ല മിങ്കിൾ ചെയ്ത് ചർച്ച ചെയ്ത് പരിഹരിച്ച് മുന്നോട്ട് പോകുമ്പം ജോലി ചെയ്യുന്നവർക്കും ജോലി ചെയ്യിപ്പിക്കുന്നവർക്കും ഇതിൻ്റെ മുതലാളിക്കും സമാധാനവും ശാന്തിയായിട്ട് പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ട് അത് എനിക്ക് തരാനുള്ള ഒരു മെസ്സേജ്, അച്ഛൻ എന്ന നിലയിൽ എന്തും പരിഹരിക്കണം. അത് പരിഹരിക്കുന്ന സംഭാഷണം ചെയ്ത് പരസ്പരം പരിഹരിക്കുക. ഇത് വെച്ച് മനസ്സിലിരുന്ന് കത്തിക്കരുത്. അങ്ങനെ കത്തിച്ചു കഴിഞ്ഞാൽ അത് ഈ അണയാൻ പോകുന്ന ഈ ആളിക്കത്തുമെന്ന് പറഞ്ഞാൽ അതെല്ലാം പറഞ്ഞു തീർത്ത് പരിഹരിച്ച് മുന്നോട്ട് എല്ലാവരോടും പറയണം. തൊഴിലാളിയോടായാലും പറയാം, സ്നേഹമായിട്ട് ആരോടും നമുക്ക് പറയാം. അവരത് കേൾക്കുകയും ഒത്തൊരുമിച്ച് പോവുകയും ഒരു മൂലക്കല്ലിനും ഒരു തകരാറ് വരാതെ കൊണ്ടുപോകുന്ന കാലത്തോളം പോകുകയും ചെയ്യണം. വീണ്ടും നമുക്ക് ദുബായിലേക്ക് തന്നെ വരാം. ദുബായിൽ അന്ന് വർക്ക് ചെയ്ത കൂടെയുള്ള ആൾക്കാർ, ഒരുമിച്ച് താമസിച്ച ആൾക്കാർ, അവരുടെയൊക്കെ പേരുകളൊക്കെ ഈ ഒരു പോഡ്കാസ്റ്റിൽ ഒന്ന് പറയാൻ താല്പര്യപ്പെടുന്നു. പലരും കാണുന്നതായിരിക്കും. കൂടുതലുള്ള ആൾക്കാരെല്ലാം ആ പേര് കേൾക്കുമ്പോൾ അവർക്ക് സന്തോഷിക്കും. ആരൊക്കെ ഓർക്കുന്നുണ്ട്? എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ് നടരാജൻ. ഏറ്റവും അടുത്തൊരു സുഹൃത്താണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മുസ്തഫ എൻ്റെ ഒരു ഗുരുവാണ്. എനിക്ക് വർക്കുകൾ പറഞ്ഞു തരികയും സംശയം ഉണ്ടെങ്കിൽ പോയി ചോദിക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നു. പിന്നെ മുസ്താഖ്, റഹീം കടയ്ക്കൽ, റഹീം തൽഹത്ത് കടയ്ക്കൽ, ഷാഹുൽ ഹമീദ് കടയ്ക്കൽ, ഇവരൊക്കെ എൻ്റെ വളരെ അടുത്ത് നിന്ന് ഞങ്ങൾ ഒരുമിച്ച് പോയി. താജുദ്ദീൻ കല്ലമ്പലം, അങ്ങനെ കുറേ പേരുകൾ ഉണ്ട് പറയാൻ. പിന്നെ യശോധരൻ കരുനാഗപ്പള്ളി, പിന്നെ സുഗതൻ നീണ്ടകര, ഇവരൊക്കെ എൻ്റെ ഇവിടുത്തെ അടുത്ത. പിന്നെ പറയാൻ ഒത്തിരി ഉണ്ട്. അശോകന്, ശശി, രാമേന്ദ്രൻപിള്ള, പിന്നെ ഒരു തമ്പി, മാവലിക്കര രാജൻ,
ഇവരൊക്കെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. പിന്നെ അല്ലാതെ പേര് എല്ലാവരുമായിട്ട് ഇപ്പോഴും എല്ലാവരുമായിട്ടും പിന്നെ ഇപ്പോഴും അതിലൊന്ന് രണ്ട് പേര് മരിച്ചുപോയി. ബാലൻ പിന്നെ മരിച്ചുപോയി, കഴക്കൂട്ടം യശോധൻ മരിച്ചുപോയി, അശോകൻ മരിച്ചുപോയി, മരിച്ചുപോയി. ബാക്കിയുള്ളവരുമായിട്ടൊക്കെ എന്നും വിളിക്കുകയും. അപ്പൊ ആ ഒരു സൗഹൃദം എന്ന് പറയുന്നത് ഒരു 45 വർഷത്തെ നിലനിർത്തുന്നുണ്ട്. അതായത് 1933 ശേഷം ഏകദേശം 32 വർഷമായി ദുബായിൽ നിന്ന് പോയിട്ട് 93 ശേഷം. എന്നിട്ട് ഇപ്പോഴും അവരുമായിട്ട് എല്ലാവരും ബന്ധം സൂക്ഷിക്കുന്നുണ്ട്. ബന്ധങ്ങള് അതൊരു വലിയ കാര്യമാണ്. എപ്പോഴും എല്ലാവർക്കും പറ്റാത്തൊരു കാര്യമാണ് സൗഹൃദങ്ങൾ, ബന്ധങ്ങൾ സൂക്ഷിച്ച് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നതാണ്. ഇപ്പൊ എല്ലാവരും തിരക്കുണ്ടായി. നമ്മുടെ ജീവിതത്തിന്റെ ഈ വളരെ ശരാശരി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80 വയസ്സാണ്. അത് 80 വയസ്സെന്ന് പറയുമ്പോൾ ഏതാണ്ട് 29,200 ദിവസമാണ്. അതിനെ 360 കൊണ്ട് ഗുണിച്ച ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്ന എൻ്റെ എളിയ അറിവിനകത്ത് എന്ന് പറയുക. അതിൽ 40 വർഷം നമ്മൾ ഉറങ്ങും. 10 വർഷം കുട്ടിക്കാലവും 10 വർഷം ബദ്ധരായിട്ടും 10 വർഷം വിദ്യാഭ്യാസ കാലഘട്ടമൊക്കെ ഇട്ട് പോയി 10 വർഷമേ നമുക്ക് കിട്ടുന്നുള്ളൂ ചിന്തിച്ചാൽ. അപ്പോൾ അതിനകത്ത് നമുക്ക് എത്രയും എന്നും ബന്ധങ്ങൾ നിലനിർത്തുകയും പലരുമായിട്ട് സംസാരിക്കുകയും. അതായത് ആവറേജ് ഒരു ലൈഫ് ഇട്ടത് 80 വർഷം. 80 വർഷത്തിലെ 40 വർഷം നമ്മൾ ഉറങ്ങും. 10 വർഷം കുട്ടിക്കാലം, 10 വർഷം കുട്ടിക്കാലം, 10 വർഷം 10 വർഷം വിദ്യാഭ്യാസ കാലം ഓരോന്നിനും എടുത്ത് ഭാഗിച്ചാൽ പിന്നെ ആകെ നമ്മുടെ ലൈഫ് 10 വർഷമാണ് നമ്മൾ എൻജോയ് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ 3650 ദിവസം. വലിയൊരു തിരിച്ചറിവ്. ഈ 3650 ദിവസത്തോട് നമ്മൾ അതാണ് നമ്മൾ ഈ 3650 ദിവസത്താണ് ഈ പറയുന്ന വെട്ടിപ്പിടിക്കുകയും തട്ടിപ്പറിക്കുകയും പറ്റിച്ചടിക്കുകയും കെട്ടിപ്പടിക്കുകയും ചെയ്യും. അത് ചിന്തിക്കുന്നില്ല മനുഷ്യൻ. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ നമ്മൾ പറയുന്ന താമസിക്കുന്നവിടെ എവിടെ ആയാലും അത് സ്വർഗമാണ്. മനുഷ്യനാണ്. തെറ്റുകളും കുറ്റങ്ങളും പറ്റാൻ പല പ്രശ്നങ്ങളും ഉണ്ടാകാം. കാര്യം ഇത് പറയുമ്പോൾ വളരെ ഈസിയാണ്. 10 വർഷം കുട്ടിക്കാലം, 10 വർഷം ബർത്ത്ഡേ. പക്ഷെ ഇതിനകത്ത് കാട്ടിക്കൂട്ടുന്ന പരാക്രമങ്ങൾ ഒന്നും കാര്യമില്ല ചിന്തിക്കുമ്പോൾ. അത് എല്ലാവരെയും കൊണ്ടൊന്നും ഒക്കത്തില്ല. അതിനൊരു പ്രത്യേക ജീവിതത്തില് ഇതുവരെ തോന്നിയിട്ടുള്ള ഏറ്റവും വലിയ നേട്ടമായിട്ട് തോന്നിയിട്ടുള്ളത് എന്താണ്? ഇത്രയും കാലം വളരെ നേട്ടമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ മക്കളിൽ നിന്ന്, എൻ്റെ പിന്നെ ഭാര്യയിൽ നിന്നൊക്കെ വളരെ നല്ല, എൻ്റെ കുടുംബത്തിൽ നിന്ന് നല്ല അനുഭവങ്ങൾ, നല്ല പഠിക്കാനുള്ളതായ പിന്നെ മറ്റുള്ളവർക്കും അത് എന്നെ വളരെ സമാധാനപ്പെടുത്തുന്ന ഒരു പ്രധാന ഘടകമാണ്. കുടുംബം ഇമ്പമുള്ളതാണ്. കുടുംബം ആ ഇമ്പമുള്ളതാക്കി തരുന്നത് ആ മാതാവിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ സന്താനങ്ങളെയും നമ്മൾ അനുഭവിക്കാനുള്ളതാണ്. അത് ഏറ്റവും വലിയ ഒരു പറഞ്ഞാൽ സന്തോഷം എന്ന് പറയാൻ പറ്റത്തില്ല. അതിൻ്റെ വാക്ക് ആലോചിച്ചെടുത്തേ പറ്റും. അങ്ങനെ ഒരു അനുഭവം. നേട്ടത്തെ ഉണ്ടായ ഏറ്റവും വലിയ നഷ്ടം എന്താണ്? ജീവിതത്തിൽ ഉണ്ടായ ഏറ്റവും വലിയ നഷ്ടം എൻ്റെ അമ്മയുടെ മരണമാണ്. ഏറ്റവും വലിയ നഷ്ടം. വൈകാരികമാകുന്ന സാഹചര്യത്തിൽ നമുക്ക് പോകണ്ട. നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം. അമ്മയുടെ കാര്യം പറയുമ്പോൾ പെട്ടെന്ന് ഇമോഷൻസ് വർക്ക്ഔട്ട് ചെയ്യും. ഒരുപാട് സമയമായി നമ്മൾ ഒരു 1-2 ചോദ്യങ്ങൾ കൂടി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. 1993 അച്ഛൻ ഇവിടുന്ന് പോയതിനു ശേഷം പിന്നെ ഇവിടെ തിരിച്ചു വരുന്നത് 2015 അല്ലെ? 2015. ഏകദേശം ഒരു 25 വർഷം കഴിഞ്ഞല്ലേ? 20-25 വർഷത്തിനിടയ്ക്കാണ് വീണ്ടും വരുന്നത്. അന്നേരം എന്ത് മാറ്റമാണ് കണ്ടത്? ദുബായ് അന്ന് അത് കണ്ടപ്പോൾ എന്ത് തോന്നി? തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകാത്ഭുതങ്ങളിൽ പല രാജ്യങ്ങളും ഉണ്ട്, വലുതായിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ ഇത്രയും നാടിന്റെ മഹത്വത്തെ പറ്റി ഇത്രയും ഉയർന്ന നല്ല നീറ്റ് ക്ലീൻ സിറ്റി ഈ ആര് പ്ലാൻ ചെയ്താലും ഇവിടുത്തെ നമ്മള് ഭരണാധികാരിയെ യഥാർത്ഥത്തിൽ എത്ര വാറ്റിയാലും പുകഴ്ത്തിയാലും നമുക്ക് മതി വരത്തില്ല. കണ്ടുപഠിക്കേണ്ടുന്ന ഒരു ഭരണാധികാരിയാണ് ദുബൈ ഷേഖ്. ആര് പറഞ്ഞാൽ ഇത്രയും നല്ല മനോഹരമായ ഒരു സിറ്റി കെട്ടിപ്പടുക്കുവാൻ അതിന് ആത്മാർത്ഥമായ പരിശ്രമവും ലക്ഷ്യബോധത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ ഈ ദുബൈ UAE മനോഹരമാക്കിയതിന് എത്ര പുകഴ്ത്തിയാലും പറഞ്ഞാലും നമുക്ക് തീരത്തില്ല. ദുബായ് എല്ലാവർക്കും മാറ്റങ്ങൾ മാത്രം തരുന്നൊരു സ്ഥലമായിട്ട് മാറിയിരിക്കുകയാണ്. ഓരോ വർഷം കഴിയും തോറും നമുക്ക് മാറ്റങ്ങൾ ഭയങ്കരമായ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷത്തെയും ഇവിടുത്തെ പ്ലാനിങ് ആയാലും ശരി, ലോകത്തിലെ ഏറ്റവും പറയാൻ പലതും ഉണ്ടെന്ന്. ഏറ്റവും ഉയരം കൂടിയ ക്ലൈമറ്റ് പോലും കാലാവസ്ഥ പോലും മാറ്റിയെടുക്കാൻ ഇവിടുത്തെ ലീഡർഷിപ്പിന് സാധിച്ചിട്ടുണ്ട്. അതിനെത്ര പുകഴ്ത്തിയാലും മതിയാവില്ല.
അത്രയും ഒരു വിഷനുള്ള ഭരണാധികാരിയാണ് ദുബൈയിൽ. സോ തൽക്കാലം എന്റെ ഒരു ഓർമ്മയിൽ ഈ ഒരു വീഡിയോ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റ് ഞാൻ എടുത്തത്. അപ്പൊ ഇതിൽ നല്ല നല്ല കണ്ടന്റുകൾ, നല്ല മെസ്സേജസ് ഉണ്ട്, ചെറിയ ചെറിയ കണ്ടന്റുകൾ ഉണ്ട്. അത് ഇവിടെ പുതുതായിട്ട് യുഎഇയിൽ വിസിറ്റ് ചെയ്യാൻ വരുന്ന, ജോലി അന്വേഷിച്ച് വരുന്ന യങ്സ്റ്റേഴ്സിനായാലും ശരി, ഓരോ എന്റർപ്രണേഴ്സിനായാലും ശരി, അതൊക്കെ ഒരു എന്താ പറയാ, ഒരു മെസ്സേജാണ്. കാരണം ഒരു 50 വർഷത്തെ കഥയാണ്. ഒരു കുറച്ച് സമയം കൊണ്ട് എല്ലാം ഒന്നും കവർ ചെയ്യാൻ പറ്റിയില്ല. കുറെ കാര്യങ്ങൾ ചോദിക്കണമെന്നുണ്ടായിരുന്നു, അതൊന്നും എനിക്ക് ചോദിക്കാൻ പറ്റിയില്ല. ചില ഏരിയയിലൊക്കെ വൈകാരികമായി പോയി, ഒന്നും സംസാരിക്കാനോ എടുക്കാനോ പറ്റിയില്ല. എന്തായാലും പിന്നെ എനിക്ക് അത്യാവശ്യം ടെൻഷൻ ഉണ്ടായിരുന്നു ഈ ഒരു കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അച്ഛൻ ശരിക്കും ഈ ഒരു ഇന്റർവ്യൂ ആദ്യമായിട്ടാണ് അച്ഛൻ പോഡ്കാസ്റ്റ് ചെയ്തത്. അച്ഛൻ ഒരു ടെൻഷൻ ഇല്ലായിരുന്നു ഈ ഇന്റർവ്യൂ ചോദിച്ചത്? എന്താ ഇല്ലായിരുന്നു? കൂലിക്കല്ലല്ലോ ഇരിക്കുന്നൊരു ചിന്ത, കൂലിക്ക് ഇരിക്കുവല്ലോ. ഏതായാലും കൂലിക്ക് ഇരിക്കുവാൻ വളരെ ആലോചിച്ച് മറുപടി പറയും. കാരണം പൈസ മേടിക്കുന്നത് 5 പൈസ കിട്ടാനില്ല. Okay, so viewers, thank you so much. We are winding up this wonderful interview with Achan. So thank you so much. Thanks a lot.